അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മള് പപ്സ് കഴിക്കാൻ പോവുകയാണ്. വെറൈറ്റി അല്ലേ പപ്സ്? പപ്സ് എന്ന് പറയുന്നത് ചൂട് പപ്സ്. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കിളിയാണ്. ഇന്ന് കിളിയായിരിക്കും നമ്മുടെ ക്യാമറാമാൻ കം ബാക്കി പരിപാടികൾ. കിളികളല്ല ഷൈറടാ. അപ്പൊ കിളിയായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മള് പോകുന്ന സ്ഥലം ഇതൊക്കെ കാണിച്ചു തരാം അവിടെ ചെന്നിട്ട്. അപ്പോ എല്ലാവരും ഞാൻ പപ്സ് കഴിക്കാൻ പോകുന്ന വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ പപ്സ് കഴിക്കാൻ പോകുന്ന ഒരു അടിപൊളി കടയാണ്. വലിയ തിരക്കുള്ള കടയൊന്നും അല്ല, ഒരു കട അത്യാവശ്യം നല്ലൊരു കടയാണ്. നല്ല ചൂട് പപ്സ് കിട്ടും. എപ്പം ചെന്നാലും ചൂട് പപ്സ് കിട്ടും. അവിടെ പോയി പപ്സ് മേടിക്കുന്നു. പപ്സ് ഇന്ന് കിട്ടുമെന്ന് അറിയില്ല, ഇന്ന് ശനിയാഴ്ചയാണ്. ഇന്നാളും പോയി നോക്കാം അല്ലേ? പപ്സ് എനിക്ക് പപ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ. പപ്സിന്റെ കൂടെ എന്താ വേണ്ടത്? നരകവെള്ളം വേണോ ചായോ? പപ്സും ചായ കഴിക്കാം. ചായ അപ്പൊ ഞങ്ങള് നല്ലൊരു സ്പോട്ടിൽ കൊണ്ടുപോകാം പറ്റുമെങ്കിൽ. ഓക്കെ, അപ്പൊ നേരെ പപ്സ് മേടിക്കണം, കടയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഈ ജംഗ്ഷൻ എത്തണം. ഇത് കുറുപ്പത്ത് ഈ സ്ഥലത്തിന്റെ പേരായിരുന്നു ആപ്പാഞ്ചിറ ജംഗ്ഷന്റെ ഈ റൈറ്റ് സൈഡിൽ മിൽമേൻ എഴുതിയാണ്. മിൽമയുടെ ബോർഡ് വെച്ചേക്കണം. ബേക്ക്മാൻ ഓവൻ വേണ്ട, ബേക്ക്മാൻ ഓവൻ. ആ കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഫോർ സം പപ്സ്. ഡെസ്റ്റിനേഷൻ റീച്ച്. ഒരു 4 പാഴ്സല്. ഇതിവിടെ എപ്പോ ചൂടോടെ വച്ചിട്ടില്ലേ? അവധിയുള്ള ദിവസം വല്ലതും ഉണ്ടോ? ഞായറാഴ്ച മാത്രം ഉണ്ടാവും. സക്സസ്ഫുള്ളി നമുക്ക് പപ്സ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിക്കാം വേറെ സ്പോട്ടിൽ പോയിട്ട്. ഓക്കെ, പിടിച്ചോ. ഇതാണ് കട, കുഞ്ഞു കടയാണ്. ശരി, ഈ വഴി കയറണം. ഓക്കെ, ഈ വഴി കയറി കഴിഞ്ഞാൽ നമ്മൾ പാടത്തിനകത്ത്. ഇതാ ട്രെയിൻ പാളമൊക്കെ ഉള്ള സ്ഥലമല്ലേ? ട്രെയിൻ പാളം ഉണ്ട്. ട്രെയിൻ പാളത്തെ കൂടി കയറിയാ പോകാം. അവിടെ എവിടെയും വണ്ടി ഓടിക്കുന്നു. രണ്ടിയായ മഴ ചതിച്ച് കഴി. ഫോട്ടോ എടുക്കണ്ടായിരുന്നല്ലേ? അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട്. ഇതിപ്പോ വരേണ്ട വഴിയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് വീഡിയോയിൽ കൂടി കാണിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ വിളിച്ചേ, ഞാൻ പറഞ്ഞ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ നോക്കി കഴിഞ്ഞാൽ ട്രെയിൻ പോണ കാണാൻ നമുക്ക്. അപ്പൊ ഇവിടെ ഞാൻ നിൽക്കുന്നു. നമ്മള് ആ കാണുന്ന കടയിൽ നിന്ന് ഒരു കാപ്പിയും മേടിച്ചിട്ടുണ്ട്. എനിക്ക് കാപ്പിയാണ് ഇഷ്ടം. ഞാൻ ഒരു കാപ്പിയും മേടിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു ചായയും മേടിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്നത്തെ മെയിൻ ഐറ്റമായ പപ്സ് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പപ്സ് കഴിക്കാം. പപ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു 7 കിലോമീറ്റർ ഉണ്ട്. 7 കിലോമീറ്റർ ഏതല്ലേ? ഇല്ല, 7 കിലോമീറ്റർ കൂടുതലുണ്ട്. കാരണം തലപ്പറമ്പ് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. നല്ല ചൂട്, നല്ല സോഫ്റ്റ് പപ്സ് ആണത്. നിങ്ങൾ കാണുമ്പോ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ബൈക്ക് എടുത്ത് കാണിക്കാം. അതെ,
ആക്ച്വലി ഇത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. ആ കട അത്യാവശ്യം ഫേമസ് ആണ്. പക്ഷെ ഞാൻ ആരും വ്ളോഗേഴ്സിന്റെ ഒന്നും കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വന്ന് കഴിച്ചായിരുന്നു. അപ്പോഴാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു തന്നെ എനിക്ക് ഒരു വ്ളോഗ് ആക്കാൻ പാടില്ലേ. അപ്പൊ ഞാൻ കരുതി വൈ നോട്ട് ഒരു വ്ളോഗ് ആക്കാം, എല്ലാവരും ഒന്ന് അറിയിക്കാമെന്ന് എത്തി. ആക്ച്വലി ഇത് ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെറിയ മഴയുണ്ട് പുറത്ത്. അല്ലെങ്കിൽ ഇതിനെ കോട്ടൊക്കെ ഇടിച്ച് നിർത്തിയേക്കുക. മഴ ചെയ്താൽ ഇൻ കേസ് ക്യാമറ സേഫ് ആക്കണമല്ലോ. അപ്പൊ അടിയിലോട്ട് കയറ്റാൻ വേണ്ടി കോട്ടൊക്കെ ഇടിച്ച് നിർത്തിയേക്കാണ്. തിരിച്ചടിക്കും. അങ്ങനെ കാണിക്കില്ല, അവിടെ വെള്ളോ. പിന്നെ ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അങ്ങോട്ട് കാണിച്ചു, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, വണ്ടിയൊക്കെ ഉണ്ട്. അതുപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വൈകുന്നേരം വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരു കിഡില സ്പോട്ട്. അതിന് നമുക്ക് പബ്സിലോട്ട് വരാം. പബ്സ് നല്ല കിഡിലും പബ്സാണ്, ചെറിയ പബ്സാണ്, നല്ല ടേസ്റ്റ് ആണ്. ഒരു 5 പബ്സൊക്കെ തിന്നാൻ വേണേ, അമ്മാതിരി ടേസ്റ്റാ. സുമി തന്നെ ഉണ്ടാക്കി വെച്ചേക്കോളാം. അപ്പൊ ഒരാൾക്ക് ഒരു 5 പബ്സൊക്കെ കഴിക്കാൻ ഞാൻ പറഞ്ഞ പോലെ നല്ല ടേസ്റ്റാണ്. അപ്പൊ പബ്സിന്റെ മുട്ടയുള്ള ഭാഗത്ത് ഒരു ബൈറ്റ് എടുക്കുവാണേ. നല്ല ചൂടുണ്ട്, എന്റെ കണ്ണ് നിറഞ്ഞതേ കാണാൻ പറ്റണല്ലേ. നല്ല ചൂട് പബ്സ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് കഴിക്കട്ടെ, ഈ വൈബൊക്കെ നിങ്ങൾ ആസ്വദിക്കും. ഞങ്ങൾ കഴിച്ചിട്ട് അവനും കൂടി കഴിക്കട്ടെ. അവൻ ക്യാമറ പിടിച്ച് എത്ര നേരം എന്ന് പറഞ്ഞാൽ കൊതി വിടണം. മുട്ടയുള്ള കിട്ടണാണ് ഭാഗ്യം. ഭാഗ്യമുണ്ടാ കിട്ടിയില്ലേ? നല്ല സോഫ്റ്റ് സാധനം, നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞതിന് ഇതിനെ വിളിച്ചോണ്ട് വന്നതിന് ഡിസപ്പോയിന്റഡ് ആണോ അതോ നല്ല രസമുണ്ട്. വലിയ വൈകില്ല വന്നത്? നമുക്ക് ഇതിട്ട് നോക്കാം. ചെറുക്കിന്റെ ഭാഗത്തെ സന്തോഷം, എന്റെ ഭാഗത്തെ സന്തോഷം. കാരണം ഞാൻ വിളിച്ചോണ്ടിട്ട് ആദ്യം വന്നത് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നാളെ വരുവാണെങ്കിൽ നിങ്ങൾ ഡിസപ്പോയിന്റ് ആവും. ഇവന് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒന്ന് റെസ്റ്റ് എടുക്കണേ, ഞാൻ പറഞ്ഞ കേട്ടു. അയ്യോ തിന്നണ കിടക്കുന്ന മൈക്കൊക്കെ എടുത്ത് എറിഞ്ഞ് കഴിച്ചു. വെള്ളത്തിൽ പോകാൻ ഭാഗ്യായി. എന്ത് അതൊക്കെ സാധനം മറ്റേ പറഞ്ഞേ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. കം ഓൺ പറ. ഫോൺ അടിക്കാണ്. അത് കുഴപ്പമില്ല, പിന്നെ എടുക്കാം. ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. വലിയ വൈറ്റ് കിടക്കില്ലേ, കാട്ടായിട്ടായിരുന്നു. അത് ഇറക്കി കഴിഞ്ഞിട്ട് മുട്ടയില്ലാത്ത ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ. എന്താണുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാലും സെറ്റപ്പാണ്. അപ്പൊ പപ്സ കഴിക്കുമ്പോൾ മേത്താകും. പപ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ സാധനമാണ്. എന്റെ ലൈഫില് ബെസ്റ്റ് പപ്സ് ആണിത് ഞാൻ കഴിച്ചിട്ടുള്ളത്. ഇതിലും ബെസ്റ്റ് പപ്സ് അവിടെ കിട്ടുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും. ഇവിടുന്ന് പപ്സ് കഴിച്ചിട്ടുള്ളവരൊക്കെ നിങ്ങൾ അറിയിക്കും. അതുപോലെ ഈ പപ്സിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പപ്സിന് 20 റുപ്പീസ് ആണ്. അവിടെ ചിക്കൻ പപ്സ് ഉണ്ട്, ഞാൻ എഗ്ഗാണ് പ്രിഫർ ചെയ്യണത്. എഗ്ഗാണ് ഇഷ്ടം. ചിക്കൻ ഞാൻ കഴിച്ചില്ല, പക്ഷെ എഗ്ഗ് സൂപ്പറാണ്. ഓവറോൾ നോക്കുവാണെങ്കിൽ കിഡിലം പപ്സ്. ഈ ഏരിയയിൽ കിട്ടാൻ പറ്റിയ ബെസ്റ്റ് പപ്സ് എന്നാണ് എൻ്റെ ഒരു ട്രേഡ് മാർക്ക്. ഇതാണ് എൻ്റെ നമ്പർ 1 പപ്സ് സ്പോട്ട്. അപ്പൊ ഇതുപോലത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കും. ഞാൻ ഓരോന്നിനും സ്പെഷ്യൽ വ്ളോഗായിട്ട് ഇടാം. മന്തി സ്പോട്ട്, ബിരിയാണി സ്പോട്ട്, അങ്ങനെ ദോശ സ്പോട്ട്, അങ്ങനെ ഓരോന്നായിട്ട് ഇടാം. നിങ്ങൾക്ക് ഏതാണ് അടുത്ത വേണ്ടതെന്ന് കമന്റിൽ അറിയിക്കൂ. എന്താണ് കമന്റിൽ അടിക്കുക? നിങ്ങൾ ചുമ്മാ ഇരിക്കുമല്ലോ, കമന്റ് അടിക്കുക. അപ്പൊ ഞാൻ കാര്യം കറക്റ്റായിട്ട് പറഞ്ഞുതരാം എന്റെ സാധനം എവിടെ കിട്ടുമെന്ന്. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഒരു ചെറിയ കുട്ടി വ്ളോഗാണിത്, അല്ലെങ്കിൽ ഒരു പബ് സ്പോട്ട് ഹണ്ടാണ്. ഇല്ല, ട്രെയിൻ വന്നു അതെങ്കിലും കറക്റ്റായിട്ട് കാണിക്കും. കിട്ടുന്നുണ്ടോടാ? ഓക്കെ ബാ. ഇതിപ്പോ വ്ളോഗിന്റെ ഒരു സമയം, വ്ളോഗ് എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് വന്നത്. ഇപ്പൊ നമ്മൾ വന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി
5:30 ടൈമിലാണ് ഇപ്പൊ വന്നിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 5 മണി 5:30 ടൈമിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. ബട്ട് നിങ്ങൾ ഇവിടെ ഒരു 6:30 കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ ആ ട്രെയിൻ രാത്രി പോകുമ്പോഴുള്ളൊരു ഭംഗി എന്ന് പറയുന്നത് സൂപ്പറാണ്. അതായത് ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ലൈക്ക് എല്ലാ കമ്പാർട്ട്മെന്റിലും ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിൻ ലൈറ്റ് ആയിട്ട് നമ്മളൊരു മാതിരി പുഴുവൊക്കെ പോണ പോലെ LED ലൈറ്റുള്ള പുഴു പോണ പോലത്തെ ഒരു ഫീലില് ആ ട്രെയിൻ മൊത്തം പോണ കാണാൻ പറ്റും. ഞാൻ സീരിയസ് ആയിട്ട് പറയുവാണ്, നിങ്ങൾക്ക് കൂട്ടുകാരായിട്ടൊക്കെ ഇവിടെ നാട്ടിൽ സ്പെൻഡ് ചെയ്യാൻ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കിഡിലെ സ്പോട്ട്, നല്ലൊരു ചായക്കടയുണ്ട്, ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, ദോശ ചപ്പാത്തി പൊറോട്ട കാര്യങ്ങളെല്ലാം തട്ടുകട സൂപ്പർ ഒരു ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ഇന്നലെ ദോശയൊക്കെ കഴിച്ചായിരുന്നു, നല്ലതായിരുന്നു. ഇന്നിപ്പോ ദോശ കഴിക്കണില്ലേ, ഇത് പപ്സ് കഴിക്കാൻ നേരത്തെ ഇറങ്ങിയതാണ്. അപ്പൊ നിങ്ങൾ വരുവാണെങ്കിൽ അവിടെ നിന്ന് പപ്സും മേടിക്കുക, നേരെ ഇവിടെ വരിക. രാത്രി ഒരു 6:30 ടൈം ആകുമ്പോൾ പിന്നെ മറന്നു പോയത് അവിടെ പപ്സ് തീർന്നു പോകും, കാരണം ഭയങ്കര തിരക്കുള്ള കടയാണ്. പപ്സ് ഇന്നലെ വന്നിട്ടും എനിക്ക് കിട്ടിയില്ല. ഇന്നലെ അവിടെ കിട്ടിയില്ല മീൻസ് അധികം കിട്ടിയില്ല. എന്താ പറയണ ആ പപ്സ് കിട്ടാണ്ട് വരുന്ന ദിവസങ്ങളും ഉണ്ട്, ചില ദിവസങ്ങളിൽ കിട്ടാറും ഉണ്ട്. ഓക്കെ, അങ്ങനെ എനിക്ക് 8 കിട്ടിയുള്ളൂ, അതിൽ കൂടുതൽ കിട്ടിയില്ല, 8 തീർന്നു പോയി. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണെന്ന് കുറഞ്ഞ 2 പപ്സെങ്കിലും മേടിക്കുക, ഇവിടെ വരിക, ഇവിടുന്ന് ഒരു ചായ മേടിക്കുക, കുടിക്കുക, പരിപാടി വൈൻഡപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോ ഹാവ് എ നൈസ് ഡേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫോർ നൗ, ബൈ ബൈ. എന്താണ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു 1-2 മണിക്കൂർ സ്കിപ്പ് ചെയ്യാനുള്ള സംഭവം ഉണ്ട് ഇവിടെ അല്ലേ. വണ്ടിയും പാടവും ഉള്ള എല്ലാവരും വാ. ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായയൊക്കെ മേടിച്ച് കുടിക്കുക. നല്ല കാപ്പി, നല്ല സൂപ്പർ കാപ്പിയാണ് അല്ലേ. എന്നുവെച്ചാൽ ഭയങ്കര സൂപ്പറാണെന്നൊന്നും വാവ് കാപ്പിയൊന്നുമല്ല, എന്നാൽ നല്ല കാപ്പിയാണ്. ഞാൻ രണ്ടാമത്തെ. പക്ഷെ പപ്സ് ചൂടോട് കഴിച്ച വാവ് സാധനം എന്താ പറയാനുള്ള. നമ്മളെയൊക്കെ മറ്റേ പപ്സ് ഒന്ന് പറ്റിക്കണായിരുന്നു ഇത്ര നാളും. ചൂടോട് പപ്സ് കഴിക്കുമ്പോൾ ചൂടോട് കഴിക്കണം. റിയൽ പപ്സ് കഴിച്ചാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഇതുപോലെ വേറൊരു സാധനമുണ്ട്, സ്വീറ്റ്ന നല്ല സ്വീറ്റ് പൊറോട്ട. ആ സാധനത്തിൻ്റെ ഒരു സാധനമുണ്ട് എൻ്റെ കയ്യിൽ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും, അന്നേ കാണിച്ചു തരാം. അല്ലേ ഞാൻ കാണിക്കില്ല, കമൻറ്റ് ചെയ്ത് ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്താൽ കാണിക്കാം. ഇത് കമൻറ്റ് ചെയ്യാൻ മടിയാണെങ്കിൽ ഞാൻ ഒരു കമൻറ്റ് ഇട്ട് വെക്കാം, അടുത്ത ഫുഡ് ബ്ലോഗ് വേണം എന്ന കമൻറ്റ് വേണോ എന്ന് ചോദിച്ചാൽ കമൻറ്റ് ഇടാം. അതിന് നിങ്ങൾ അടിയിൽ വന്നിട്ട് ലൈക്ക് ചെയ്യും. അപ്പോൾ ഒരു 50 ലൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ എൻ്റെ ഫുഡ് ബ്ലോഗിങ് സംഭവം എങ്ങനെയുണ്ടെന്നും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇതും കൂടി കമൻറ്റ് ചെയ്യണം. ഇതും കൂടി കമൻറ്റ് 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 ഓക്കെ. കമൻറ്റ് ചെയ്യണേ, മറക്കല്ലേ. കമൻറ്റ് കമൻറ്റ് മറക്കരുത്. കമൻറ്റ് കമൻറ്റ് അതെ ചെല്ലോ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്നലാണ്. ആ